ഹലോ, വെൽക്കം ടു ലേണിനോ. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അനലോഗ് സർക്യൂട്ട്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് അല്ലെ, MCQ ഡിസ്കഷൻ ആണ്. അപ്പൊ അനലോഗ് സർക്യൂട്ട്സിന്റെ മാരത്തോൺ സെഷനിൽ സെക്കൻഡ് MCQ മാരത്തോൺ സെഷൻ ആണിത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു 10 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, അതുകൊണ്ടാണ് 11 കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ കൺസിഡർ ദ following statements regarding the time based voltage of an oscilloscope. ഓസിലോസ്കോപ്പിന്റെ ടൈം ബേസ് വോൾട്ടേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? കറക്റ്റ്. ഇറ്റ് ക്യാൻ ബി ജനറേറ്റഡ് യൂസിങ് മില്ലർ സ്വീപ്പ് സർക്യൂട്ട്, ബൂട്ട്സ്ട്രാപ്പ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ടൈം ഡിലേ സർക്യൂട്ട്, എ കൺട്രോൾഡ് സർക്യൂട്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് നമ്മുടെ ചോദ്യം. 1, 2 and 3 are correct. 1 and 2 are correct. 2 and 4 are correct. 1, 3 and 4 are correct. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ തന്നിരിക്കുന്നതില് നമ്മൾക്ക് ഓപ്ഷൻ എ ആണ് വരിക. അതായത് മില്ലർ സ്വീപ്പിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ടൈം ബേസ് വോൾട്ടേജ് ഓസിലോസ്കോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മില്ലർ സ്വീപ്പ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടും, ബൂട്ട്സ്ട്രാപ്പ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടും, അതേപോലെ തന്നെ ടൈം ഡിലേ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടും. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. The generator which is used for generating the linear variable voltage concerning time is called as the time based generation. Okay, but generator it linear variable voltage ഉണ്ടാക്കുകയാണ് ചെയ്യുക അല്ലെ. അതിന് പറയുന്ന പേരാണ് ടൈം ബേസ്ഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വേവ്സ് എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബ് അഥവാ CRT നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ CRT ഡിഫ്ലക്റ്റിംഗ് ദ ബീം ഇൻ എ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരുന്നത് ഈ പറയുന്ന ബീമാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ബീം. അതായത് നമുക്കറിയാം രണ്ട് ഡയറക്ഷനാണ് വരുന്നത്, വെർട്ടിക്കൽ ഡയറക്ഷനും വേറൊന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനും. അതിൽ ഈ പറയുന്ന ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിനെ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഈ പറയുന്ന വേവ്സ് ആയിരിക്കും. അപ്പൊ അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ആണ് മില്ലർ സ്വീപ്പ് സർക്യൂട്ട്, ബൂട്ട്സ്ട്രാപ്പ് സർക്യൂട്ട്, അതുപോലെ തന്നെ ടൈം ഡിലേ സർക്യൂട്ട് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. In the high frequency hybrid pi model of a common emitter transistor, the transconductance GBE എന്ന് പറയുന്നത് HFC divided by GM divided by HFE, GM divided by HIE, HIE divided by GM. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന ട്രാൻസ്കണ്ടക്ടൻസിന്റെ ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് കണ്ടക്ടൻസ് GBE ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടക്ടൻസ് GB അഥവാ ഇൻപുട്ട് കണ്ടക്ടൻസ് GB എന്ന് പറയുന്നത് GM ഡിവൈഡഡ് ബൈ HFE ആണ്. അപ്പോ ഇതില് GM എന്ന് പറയുന്നത് ട്രാൻസ്കണ്ടക്ടൻസ് ആണ്. GM എന്ന് പറയുന്നത് ട്രാൻസ്കണ്ടക്ടൻസ് ആണ്. അതേപോലെ HFE എന്ന് പറയുന്നത് ഗെയിൻ ആണ് നമുക്ക് വരിക, കറന്റ് ഗെയിൻ ആണ് വരിക. HFEയുടെ വാല്യൂ എന്ന് പറയുന്നത് HFE is equal to IC divided by IB ആണ് വരിക. അതേ സമയത്ത് GM എന്ന് പറയുന്നത് IC divided by delta V dash E at constant VCE ആണ് നമ്മൾക്ക് എന്ത് വരിക, HFEയുടെ വാല്യൂ വരിക. അപ്പോൾ ഇൻപുട്ട് കണ്ടക്ടൻസ് GB എന്ന് പറയുന്നത് ട്രാൻസ്കണ്ടക്ടൻസ് ഡിവൈഡ് ബൈ ഗെയിൻ ആണ് നമുക്ക് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If the transconductance of MOSFET is 10 mho, ട്രാൻസ്കണ്ടക്ടൻസ് ഓഫ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് 10 mho തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 kilo ohm തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം തന്നിരിക്കുന്നത് ട്രാൻസ്കണ്ടക്ടൻസ് ആണ്. ട്രാൻസ്കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 by റെസിസ്റ്റൻസ് ആണ്. 1 by റെസിസ്റ്റൻസ് ആണല്ലോ ട്രാൻസ്കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 10 mho ആണ്. അപ്പൊ നമ്മുടെ വാല്യൂ GMന്റെ വാല്യൂ എന്ത് തന്നിട്ടുണ്ട്? 10 mho തന്നിട്ടുണ്ട്. ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RD എന്ന് പറയുന്നത് 3 kilo ohm തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഗെയിൻ AV ആണ് ചോദിച്ചിരിക്കുന്നത്. AVന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് GM into RD. AV എന്ന് പറയുന്നത് ഗെയിൻ ആണല്ലോ. അപ്പൊ മുകളിലും താഴെയും സെയിം സാധനം തന്നെയായിരിക്കും, സെയിം പാരാമീറ്റർ തന്നെയായിരിക്കും. അപ്പൊ GM എന്ന് പറയുന്നത് ശരിക്കും 1 by റെസിസ്റ്റൻസ് ആണ്. അപ്പൊ AV എന്ന് പറയുന്നത് RD ഡിവൈഡ് ബൈ നമ്മൾക്ക് R എന്ന് എഴുതിയാലും വലിയ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അപ്പൊ AVന്റെ വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ GM into RD ചെയ്താൽ മതി. ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് ഗെയിൻ ആണ്. അപ്പൊ GMന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 mho ആണ്, 10 milli mho ആണ് അല്ലെ, M mho ആണ്. അപ്പോ 10 into 10 raised to minus 3
ഇൻറ്റു ആർ ഡി എന്ന് പറയുന്നതിന്റെ വാല്യൂ 3 കിലോ ഓം തന്നിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 10⁻3. അപ്പൊ ഈ 10⁻3യും 10⁻3യും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തേ ഉള്ളൂ? 30. അപ്പോൾ നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത് 30 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. A source follower using a FET usually has a voltage gain which is slightly less than unity but positive, greater than +1, exactly unity but negative, about -10. അപ്പൊ നമുക്ക് സോഴ്സ് ഫോളോവറിന്റെ വാല്യൂ, ആ സോഴ്സ് ഫോളോവറിന്റെ വോൾട്ടേജ് ഗെയിനിന്റെ വാല്യൂ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സ്ലൈറ്റ്ലി ലെസ് ദാൻ യൂണിറ്റി ബട്ട് പോസിറ്റീവ് ആണ് നമുക്ക് അവിടെ ആൻസർ വരിക. അപ്പോൾ സോഴ്സ് ഫോളോവർ യൂഷ്വലി ഹാസ് എ വോൾട്ടേജ് ഗെയിൻ സ്ലൈറ്റ്ലി ലെസ് ദാൻ യൂണിറ്റി ബട്ട് ഓൾവേസ് അത് പോസിറ്റീവ് ആയിരിക്കും. ബട്ട് കറണ്ട് ഓഫ് ദിസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കറണ്ട് അവിടെ കൂടുതലായിരിക്കും, ബട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. For a perfect power amplifier, output power rating will be dash if the output impedance is half. അപ്പോൾ ഒരു പെർഫെക്റ്റ് പവർ ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കോ, സ്ക്വയർ ആയിരിക്കോ, ഡബിൾ ആയിരിക്കോ, സ്ക്വയർ റൂട്ടഡ് ആയിരിക്കോ? ഔട്ട്പുട്ട് ഇംപെഡൻസ് ഹാഫ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ വരുന്ന വേരിയേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ചെയ്യാം. അപ്പോൾ ഒരു പെർഫെക്റ്റ് പവർ ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇംപെഡൻസ് പകുതിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേറ്റിംഗ് എന്താ ചെയ്യുക? അത് ഡബിൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ പവർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ വോൾട്ടേജ് ആണ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് ഇംപെഡൻസ് ഹാഫ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പവർ അവിടെ എന്താ ചെയ്യാം? ഡബിൾ ചെയ്യാണ് ചെയ്യുക, അല്ലെ? അതായത് നമുക്കത് ഇങ്ങനെ പറയാം, നമുക്ക് പവറിന് പല ഇക്വേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു V²/R ഇൻ ടേംസ് ഓഫ് വോൾട്ടേജും റെസിസ്റ്റൻസും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഇംപെഡൻസ് വെച്ചിട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ വോൾട്ടേജും റെസിസ്റ്റൻസും വെച്ച് നോക്കുന്ന സമയത്ത് സ്ക്വയർ പവർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജിന്റെ സ്ക്വയറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസും ആണ്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ഇംപെഡൻസ് ഹാഫ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് പകുതിയായി. അപ്പൊ അത് മുകളിലേക്ക് പോകുന്ന സമയത്ത് 2V²/R എന്നല്ലേ വരിക. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവറിന്റെ കാര്യം എന്താ വരുന്നത്? ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഡബിൾ ആവാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഇക്വേഷൻ വൈസ് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ദ റീസൺ ഫോർ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഇൻ എ പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദാറ്റ് റീസൺ ഫോർ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ? നമുക്കറിയാം പുഷ് പുൾ ആംപ്ലിഫയറിൽ ഒരു ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ നടക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ ട്രാൻസിസ്റ്റേഴ്സ് ആർ ഓവർ ഡ്രിവൺ അറ്റ് ദ ക്രോസ് ഓവർ പോയിന്റ്സിൽ അത് ഓവർ ഡ്രിവൺ ആവുന്നത് കൊണ്ടാണോ? കറന്റ് സ്വിച്ചിങ് ഫ്രം വൺ ട്രാൻസിസ്റ്റർ ടു അനദർ, ആ സ്വിച്ചിങ്ങിന്റെ കാരണമാണോ അത് ഉണ്ടാവുക? മറ്റേത് ദ കമ്പൈൻഡ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ടു ട്രാൻസിസ്റ്റേഴ്സ് ഇൻ മോസ്റ്റ് നോൺ ലീനിയർ അറ്റ് സീറോ ബേസ് കറന്റ് ആണോ? അതേപോലെ ഇൻപുട്ട് സിഗ്നൽ റൈസ് ഫാസ്റ്റ് അറ്റ് ഇറ്റ് സീറോ ആണോ? നമുക്കറിയാം പുഷ് പുൾ ആംപ്ലിഫയറിൽ ഒന്ന് പുഷ് ചെയ്യാനോ ഒന്ന് പുൾ ചെയ്യാനോ അല്ലെ, അറ്റ് എ ടൈം രണ്ടും കൂടെ ഒപ്പം ഓൺ ആവില്ലല്ലോ. അപ്പൊ ഇതില് നമ്മൾക്ക് രണ്ട് ട്രാൻസിസ്റ്ററും സ്വിച്ച് ചെയ്യുമ്പോൾ അത് ഒന്ന് ഓണായി അതായത് ഒന്ന് ഓണായി ഒന്ന് ഓഫ് ആവുന്ന ആ ഒരു ഗ്യാപ്പ് വരുമല്ലോ. ഈ ഓണായി അത് ഓഫ് ആവാൻ വേണ്ടി അടുത്തത് ഓൺ ആവാനുള്ള ആ ഒരു ഇടയിലെ ഗ്യാപ്പ് വരുമല്ലോ. ആ ഗ്യാപ്പ് നമുക്ക് അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടണം. ഒരു ഹാഫ് സൈക്കിൾ കൊണ്ട് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാവുമ്പോൾ അടുത്ത ഹാഫ് സൈക്കിൾ തന്നെ അടുത്ത ട്രാൻസിസ്റ്റർ നമുക്ക് കിട്ടില്ല. കറക്റ്റ് ആയിട്ട് ആ ട്രാൻസിസ്റ്റർ കറക്റ്റ് ആയിട്ട് ഓൺ ആവില്ല. അതൊരു ചെറിയ ടൈം എടുക്കും. ആ ടൈം കാരണമാണ് ഈ ഒരു ലാഗ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് പറയുന്ന പേരാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. അതായത് കണ്ടോ, സാധാരണ സൈൻ വേവ് വരേണ്ടത് ഇങ്ങനെയാ, ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും വരണം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും തമ്മിൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് എന്ത്? ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ റീസൺ ഫോർ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കറന്റ് സ്വിച്ചിങ് ഫ്രം ഒരു ട്രാൻസിസ്റ്ററിന് വേറൊരു ട്രാൻസിസ്റ്ററിലേക്ക് ആ പറയുന്ന കറന്റ് സ്വിച്ചിങ്ങിലുള്ള ഡിഫറൻസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്തിലാണ് വരിക എന്നുള്ളത് ചോദിക്കാം. അത് പുഷ് പുൾ ആംപ്ലിഫയറിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ ബാൻഡ്വിഡ്ത്ത് ഫോർ ഡബിൾ ട്യൂൺഡ് ആംപ്ലിഫയർ ഈസ് 20 kHz. ഒരു ഡബിൾ ട്യൂൺഡ് ആംപ്ലിഫയറിൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 20 kHz ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ബാൻഡ്വിഡ്ത്ത് ഇഫ് സച്ച് 3 സ്റ്റേജസ് ആർ കാസ്കേഡഡ്. അപ്പൊ അതേപോലത്തെ ഒരു 3 സ്റ്റേജസ് നമ്മൾ കാസ്കേഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ബാൻഡ്വിഡ്ത്ത് എങ്ങനെയാണ് വരിക? അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്കിപ്പോ പറഞ്ഞിട്ടുണ്ട് ഒരു ഡബിൾ ട്യൂൺഡ് ആംപ്ലിഫയറിന്റെ ബാൻഡ്വിഡ്ത്ത് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? അത് 20 kHz ആണ്. ബാൻഡ്വിഡ്ത്ത് 1 എന്ന് പറയുന്നത് 20 kHz ആണ്. അങ്ങനത്തെ 3 ഉണ്ട്. അപ്പൊ അതിന്റെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ബാൻഡ്വിഡ്ത്ത് ബി
W is equal to നമുക്ക് ഏതിന്റെയാണ് അതേപോലത്തെ റിപ്പീറ്റ് ചെയ്ത് വരല്ലേ, ഒരേ സാധനം തന്നെ വീണ്ടും 3 വരല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒന്നിന്റെ ബാൻഡ് വിഡ്ത്ത് പിന്നെ ഫോർത്ത് റൂട്ട് ഓഫ് 2 raised to 1 by n minus 1. ആ n എന്ന് പറയുന്നത് എത്ര സ്റ്റേജസ് ഉണ്ട് എന്നുള്ളതാണ് ആ n. അപ്പൊ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോ ഇവിടെ എങ്ങനെയാ വരിക, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 20 കിലോഹെർട്സ് ആണ്. അപ്പൊ 20 into 10 raised to 3 വരും. ഫോർത്ത് റൂട്ട് വരും അല്ലെ. അപ്പൊ 2 raised to നമ്പർ ഓഫ് സ്റ്റേജസ് 1/3 ആണ്, മൈനസ് 1 ഹോൾ raised to 1/4 അങ്ങനെയല്ലേ വരിക. അപ്പൊ ഇത് നമുക്ക് കൂടെ ചെയ്യുന്ന സമയത്ത് 2 to the power 1/3 minus 1 എന്നൊക്കെ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് അപ്പോ ഇങ്ങനെ വരിക. അപ്പൊ 2 to the power 1/3 എന്ന് പറയുന്നതിന്റെ വാല്യൂ വരുന്നത് 1.2598 ആണ്. അപ്പൊ 1.2598 minus 1 whole raised to 1/4 into 20 into 10 raised to 3 ഇങ്ങനെയാണ് വരിക. ഇതിൽ 1.2598 എന്ന് 1 പോകുന്ന സമയത്ത് 0.2598 വരും. ഹോൾ ടു ദി പവർ ഓഫ് 1/4 നമുക്ക് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ 2 തവണ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അതായത് ഇതിന് ആദ്യം ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് വീണ്ടും എന്ത് ചെയ്താൽ മതി, ഒന്നുകൂടെ ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെ ഒരു തവണ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ടൈം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് അതായത് പോയിന്റ് 0.2598 ചെയ്യുന്ന സമയത്ത് 0.509 കിട്ടും. 0.509 കിട്ടും. ഈ 0.509 വീണ്ടും നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.713 ആണ്. 0.713 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ 2 തവണ സ്ക്വയർ റൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ എന്താ കിട്ടുക, 20 into 10 raised to 3 into 0.713 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 14 ഒരു വാല്യൂ കിട്ടും. 14. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആകെ 14 പോയിന്റ് എന്ന് വരുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോ 14.28 കിലോ ഹെർട്സ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് 14.26 ആ ഒരു റേഞ്ച് 27 ആ റേഞ്ചിലെ വരിക. തന്നിരിക്കുന്ന ഓപ്ഷൻ പിന്നെ എല്ലാം 14 പോയിന്റ് അല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ചെറിയ ഡെസിമല് നമുക്ക് 28 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെ ഉള്ളതിലൊക്കെ നമുക്ക് സാധാരണ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements is not correct with regard to the power amplifier? പവർ ആംപ്ലിഫയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കണം. ഒന്ന്, the collector current എന്ന് പറയുന്നത് ലാർജ് ആണ്. They are used as the front end of multi-stage amplifiers. They are used near the end of the multi-stage amplifiers. They have a high power rating greater than 1/2 watt. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷൻ ആക്കി തന്നിരിക്കുന്നത്. അപ്പൊ വിച്ച് ഇസ് നോട്ട് കറക്റ്റ് എന്നുള്ളത് നോട്ട് ചെയ്യാം. കറക്റ്റ് അല്ലാത്ത, അപ്പൊ കളക്ടർ കറണ്ട് വലുതാണ്, ഫ്രണ്ട് എൻഡ് ഓഫ് മൾട്ടി സ്റ്റേജിലാണ് യൂസ് ചെയ്യുക, നിയർ ദ എൻഡ് ഓഫ് മൾട്ടി സ്റ്റേജിലാണ് യൂസ് ചെയ്യുക, അതിന് ഹൈ പവർ റേറ്റിംഗ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിൽ കറക്റ്റ് അല്ലാത്തത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. പവർ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഫ്രണ്ട് എൻഡിലല്ല യൂസ് ചെയ്യാം. അത് ഓൺലി നിയർ ദ എൻഡ് ഓഫ് ദ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിലാണ് ഈ പവർ ആംപ്ലിഫയേഴ്സ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പവർ ആംപ്ലിഫയേഴ്സ് എന്ത് ചെയ്യും, വിച്ച് യൂസ് സ്പെഷ്യൽ ട്രാൻസിസ്റ്റർ, അതിൽ ഒരു പർട്ടിക്കുലർ ട്രാൻസിസ്റ്റർ അവിടെ യൂസ് ചെയ്യുക, പവർ ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുക. അതിന് നല്ല പവർ റേറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ലാർജ് കറണ്ട് കളക്ടർ കറണ്ട് ഒക്കെ നമുക്ക് ഇന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ളതാണ് ആരെന്ന് പറയുന്നത് പവർ ആംപ്ലിഫയർ. നമ്മളിപ്പോ ഏത് ബ്ലോക്ക് ഡയഗ്രം എടുത്താലും അതിന്റെ അവസാനത്തിലാണ് നമ്മൾ പൊതുവെ ഈ പറഞ്ഞ പവർ ആംപ്ലിഫയർ കാണുക. എല്ലാം വന്നിട്ട് അതിനൊന്ന് പവർ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പവർ ആംപ്ലിഫയർ വരിക. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ഫ്രണ്ടിൽ കൊണ്ട് നമ്മൾ വെക്കാറില്ല. ഇറ്റ് ഈസ് നിയർ ദ എൻഡ് ഓഫ് ദ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിലാണ് മെയിൻ ആയിട്ട് വെക്കുക. കളക്ടർ കറണ്ട് അവിടെ കൂടുതലാണ്. അതേപോലെ തന്നെ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് ഹൈ പവർ റേറ്റിംഗ് ആണ്, ഗ്രേറ്റർ ദാൻ 1/2 വാട്ട് ഒക്കെയാണ് നമുക്ക് ഇതിൽ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A class B push-pull type amplifier with transformer coupled load used 2 transistors rated 10 watt each. What is the maximum power output one can obtain at the load from this circuit? അപ്പോൾ മാക്സിമം പവർ ഔട്ട്പുട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് നമുക്കറിയാം പുഷ് പുൾ ആംപ്ലിഫയറിൽ 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. രണ്ടാൾക്കും 10 വാട്ട് വീതമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പവർ ഔട്ട്പുട്ട് എത്ര എന്നുള്ളതാണ് നമ്മൾ ഇതിന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നതിൽ നമുക്ക് പവർ ഡെസിപ്പേഷൻ ഓഫ്
ഈച്ച് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 10 വാട്ടാണ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 10 വാട്ട് പ്ലസ് 10 വാട്ട്, മൊത്തം റേറ്റിംഗ് 20 വാട്ടാ വരിക അല്ലെ. ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയറിന്റെ ഫിഗർ ഓഫ് മെറിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്, അല്ല സോറി 0.4 ആണ്. ഫിഗർ ഓഫ് മെറിറ്റും ഈ പറയുന്ന പവറും AC ആൻഡ് DC പവറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, PDC ഡിവൈഡ് ബൈ PAC മാക്സ് ആണ് വരിക. അപ്പൊ ഇതിന്ന് നമുക്ക് PAC കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, PAC മാക്സ് എന്ന് പറയുന്നത് PDC ഡിവൈഡ് ബൈ ഫിഗർ ഓഫ് മെറിറ്റ്. PDCന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, അതിപ്പോ നമുക്ക് 20 വാട്ട് എന്ന് കിട്ടി, മൊത്തം ഉള്ള അവിടുത്തെ പവർ റേറ്റിംഗ് ഡിവൈഡ് ബൈ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് 0.4 വിച്ച് ഈസ് ഈക്വൽ ടു 50 വാട്ടാണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ദ കറക്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. എമിറ്റർ ഫോളോവർ സർക്യൂട്ടിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? It is a voltage feedback circuit. It is a current series feedback circuit. Its voltage gain is less than unity. Its output impedance is very low. അപ്പൊ ഇതില് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? 134, 234, 2324 ഇതാണ് തന്നിരിക്കുന്നത് കേട്ടോ. എമിറ്റർ ഫോളോവറിന്റെ പ്രോപ്പർട്ടീസ് നോക്കുന്ന സമയത്ത് അതൊരു വോൾട്ടേജ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്, ശരിയാണ്. അതൊരു വോൾട്ടേജ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. ഓക്കെ, അതേപോലെ ഇറ്റ് ഈസ് എ കറന്റ് സീരീസ് ഫീഡ്ബാക്ക് അല്ല, അതൊരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ്. ഈ സാധനം ഇതിലൊരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ് വരിക കേട്ടോ, കറന്റ് സീരീസ് അല്ല, ഇതൊരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ് വരിക. അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ലെസ് ദാൻ യൂണിറ്റി ആണ്, ഒരു സ്ലൈറ്റ്ലി ലെസ് ദാൻ യൂണിറ്റി ആണ് വരിക. ഔട്ട്പുട്ട് ഇംപിഡൻസ് വെരി ലോ ആണ്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിൽ ഏതൊക്കെയാ വരിക? ഓപ്ഷൻ 1, 3, 4 വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ കോമൺ കളക്ടർ സർക്യൂട്ടിനെയാണ് നമ്മൾ ഈ പറയുന്ന എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. എമിറ്റർ ഫോളോവറിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ യൂണിറ്റിനേക്കാളും ജസ്റ്റ് താഴെയാണ്. കറന്റ് ഗെയിൻ വളരെ കൂടുതലാണ്. അതുപോലെ എമിറ്റർ, കാരണം ഗാമ എന്ന് പറയുന്നത് ബീറ്റ പ്ലസ് 1 അല്ലേ, അപ്പൊ ബീറ്റ തന്നെ ഒരു അത്യാവശ്യം 200-500 റേഞ്ചിലുള്ളത്. അപ്പൊ അതിനേക്കാളും 1 കൂടുതൽ പറയുമ്പോൾ പിന്നെയും ഏറ്റവും കൂടുതലാണ്. അപ്പൊ കറന്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ്. പിന്നെ ഇതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലും ഹൈ ആയിരിക്കും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഇംപിഡൻസ് മാച്ചിങ്ങിനൊക്കെ നമ്മൾ പ്രധാനമായിട്ടും എമിറ്റർ ഫോളോവറിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എമിറ്റർ ഫോളോവറിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അത്യാവശ്യം അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ കണ്ടുവരും. അപ്പൊ അത്രയാണ് ഈ ഒരു സെഷനിലായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള സെഷൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.